കുറെ കാലമായിട്ട് നമ്മളെ ചെകുത്താൻജി ഉണ്ടല്ലോ, ചെകുത്താൻജി വല്ലാണ്ട് ഡയലോഗ് ഒന്നും അടിക്കാറില്ല. മോഹൻലാൽ ഫാൻസിന്റെ ഒക്കെ നല്ല കിട്ടി. പിന്നെ എന്ത് തൊട്ടാലും പൊന്നാവുന്ന പറഞ്ഞ ആക്കായതുകൊണ്ടേ കിട്ടി 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 അവസാനം എന്താക്കി മിണ്ടാണ്ടൊരു മൂലക്കിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് മമ്മൂട്ടിയുടെ മോളിലേക്ക് ഒരു ചാഞ്ചാട്ടാണ് ഇപ്പോ. എന്തിനാണ് ആ ചാഞ്ചാട്ടം നിങ്ങൾക്ക് അറിയില്ലേ? മോഹൻലാൽ ഫാൻസ് നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല റീച്ചാ. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ മോഹൻലാൽ ഫാൻസ് ഒന്ന് അടങ്ങി. അപ്പൊ പിന്നെ നമ്മളെ ചെക്കൻ മമ്മൂട്ടിയുടെ പിന്നാലെ നടക്കാൻ വിചാരിച്ചു. അയാൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണ്ടേ? കേക്കാം. ഡൊമിനിക് സിനിമേനെതിരെയാണ് ഓന്റെ ഒരു മറ്റേടുത്ത ഡയലോഗ്. കേക്ക്. ഫേസ്ബുക്കിലൊക്കെ ഡൊമിനിക്ക് വൻ ഹിറ്റായ സ്ഥിതിക്ക് തിയേറ്ററിൽ പോയി നമ്മളിനി കാണണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫേസ്ബുക്കിൽ അതുപോലെ വമ്പൻ ഹിറ്റാണ് സിനിമ. റിവ്യൂസ് ആണെങ്കിലും ഭയങ്കര റിവ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ കാണത്തില്ല. കാണാത്തതിന്റെ കാരണം അതിന്റെ കാസ്റ്റിങ്ങിലൊക്കെ ഈ സുരേഷ് ഗോപി മോനൊക്കെ പിടിച്ച് തള്ളി കയറ്റുമ്പോൾ തന്നെ അറിയാം എന്തിനാ ഇതൊക്കെ തള്ളി കയറ്റുന്നതെന്ന്. ഈ ചില ആളുകൾ ഈ മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ ആരെ കാണുമ്പോഴും പിന്നെ ആ ഒരു രീതിയിലാണെന്നാണ് ആളുകൾ പറയുന്നത്. അതന്നെയാണ് ഇയാളുടെ അവസ്ഥയിലുള്ള അവസ്ഥ. കാരണം മമ്മൂട്ടി ഫാൻസ് നല്ല രീതിയിൽ പണി തരും എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒന്ന് വൈറലാവണം, എന്ന് എയറിലാവണം, 4 തല്ല് കിട്ടണം. വേറെ ആഗ്രഹമൊന്നുമില്ല നമ്മുടെ ചെകുത്താൻജിക്ക്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഇവിടെ ഗോകുലിന്റെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. ഗോകുലിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയം മാത്രമാണ്. അദ്ദേഹം അത് തുറന്ന് പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി ഇയാളെ ഇതിലേക്ക് കൊണ്ടുവരാനൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്ന നിന്റെ രാഷ്ട്രീയം എന്താണ് പൊന്നു മോനെ ചെകുത്താനെ? നീ ഇങ്ങനെ ഊളത്തരവും പറഞ്ഞ് ഊള ഡയലോഗ് അടിച്ച് ഇങ്ങനെ എവിടുന്നെങ്കിലൊക്കെ വാങ്ങിക്കൂട്ടും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. എനിക്ക് ഡൊമിനിക് എന്ന സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. ഡൊമിനിക് ഒരു വയലൻസ് അല്ലാത്തൊരു സിനിമയാണ്. വയലൻസ് ഇല്ല, ഒരു ഫാമിലി മൂവി, നല്ല അടിപൊളി എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. അതാ രസം. ഇതൊരു തമാശ രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം. നമുക്കത് ഭയങ്കരമായിട്ട് ദഹിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഗസ് ചെയ്യാൻ കഴിയാത്തൊരു ക്ലൈമാക്സ് സിനിമയിലുണ്ട്. ഇതൊക്കെ പോരടോ നമുക്ക്. ഇതിന്റെ അപ്പുറത്തൊക്കെ എന്തിനാ? ഇനി നീ ഈ സിനിമ കാണണം എന്നൊന്നും നമുക്കാർക്കും നിർബന്ധമൊന്നുമില്ല. പിന്നെ നിനക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നീ ഇതും പറഞ്ഞ് ഈ വാലും പിടിച്ച് നടക്കേണ്ട എന്ത് കാര്യമുള്ളത്? രണ്ടാമത്തെ ഒരു ക്ലിപ്പാണ്, കേട്ടക്ക. അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ തള്ളി കയറ്റാൻ പറ്റും. അല്ലാതെ വേറെ ഗ്യാപ്പൊന്നും അങ്ങനെ ഒരു നല്ല സിനിമയിലാണെങ്കിൽ നടക്കത്തില്ല. നല്ലൊരു സിനിമയിലാണെങ്കിൽ അങ്ങനെ എടോ ഈ ഗോകുൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളൊരു നല്ല അഭിനേതാവാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. വിദ്വേഷവും പകയും രാഷ്ട്രീയ കുത്തിക്കഴപ്പും കാരണം നീ ഓരോന്ന് പറഞ്ഞു കൂട്ടല്ലേ. ഇവിടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ സുരേഷ് ഗോപി നല്ലൊരു സിനിമ ചെയ്ത നല്ലത് തന്നെ പറയും. കാരണം ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഒരു സംവിധായകൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൃഷ്ടിയെ അയാളുടെ രീതികളിലൂടെ മാറ്റി നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അയാളുടെ രാഷ്ട്രീയം പറയാനല്ല വരുന്നത്. അയാളുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്ന കലയെ ഇഷ്ടമുള്ള ആ ഒരു രീതിയിലൂടെ നമുക്കത് പ്രസന്റ് ചെയ്ത് തരും. ഇവിടെ ഗോകുൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. അയാൾ നിലവിൽ രാഷ്ട്രീയക്കാരനല്ല. പിന്നെ മമ്മൂട്ടിയെ നീ എന്താണ് ഇതിൽ കയറ്റി വെക്കാൻ ശ്രമിക്കുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതിലെന്താ ചാൻസ് ഇല്ലാത്ത, വലിയ താല്പര്യമില്ലാത്ത അങ്ങനെ കുത്തിക്കയറ്റിയാന്നാ വിചാരിക്കുന്നത്? കിടിലൻ കഥ, കിടിലൻ ആക്ടിങ്, ഒരു മനുഷ്യനും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, നീ ഒഴികെ. കൊള്ളാം. ഇതത്ര പോരായ്മ അവിടെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ നിന്ന് വരുന്നവന്മാർ ഇപ്പം ഇന്നും നാളെയൊക്കെ പറയുന്നതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിലുണ്ടെങ്കിൽ വേറൊരു റിവ്യൂ ഇടാം. അതുവരെ പടമൊന്നും കാണുന്നില്ല. പടം എല്ലാവരും കാണാൻ സാധ്യത കുറവാണ്. ഇങ്ങനത്തെ നമ്പർ പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. ശരിയാണ്, ഇങ്ങനത്തെ നമ്പർ പടങ്ങളൊന്നും അവന് കാണില്ല. ഏപ്പടം എന്ന് പറയുന്ന ഗണത്തിലുള്ള കുറച്ച് പടങ്ങളുണ്ട്. ഒരിക്കലും ഉണ്ണിമുകുന്ദന്റെ ആ ഏപ്പടല്ല, ഇത് മറ്റേ ഏപ്പടം. സണ്ണി ചേച്ചിയുടെ ഒക്കെ തലമുണ്ടിട്ട് കണ്ടിരുന്ന പരിപാടിയൊക്കെ പണ്ട് ഇവനൊക്കെ ഈ ന്യൂൺ ഷോക്കൊക്കെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പടങ്ങൾ അവന് താല്പര്യമുള്ളൂ. ഇതേപോലെ കലാമൂല്യമുള്ള നല്ല ഫീൽ ഗുഡ് മൂവീസ് ഫാമിലി കയറുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അരിശം തോന്നുന്നുണ്ട് ഇവന്. അങ്ങനെയുള്ള പടങ്ങളൊന്നും ഇവൻ കാണില്ല. ഇവന് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവൻ ശരിക്കും കൈയുടെ ചൂടറിയാത്തതിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ ഹൃദ്രോഗി ആയതുകൊണ്ടൊക്കെ തന്നെ ആരും അതിന് മുതിരില്ല എന്നുള്ള ഒരു ആത്മധൈര്യത്തിലാണ് ഓൻ്റെ കളി. കൊള്ളാം. മമ്മൂട്ടിക്ക് കുറെ ഫാൻസ് ഉണ്ടാവും ഇതൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലൊക്കെ പടം വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യമായ അന്വേഷണം നടത്തിയിട്ട് കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു രസം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ വെറുതെ സമയം കളയാം, മെനക്കെടാം. എടാ നീ മെനക്കെടണ്ടടാ. മമ്മൂട്ടി കമ്പനിയിൽ ഇറങ്ങിയ ഏത് സിനിമയാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടുള്ളത്? നീ പറ. ഒരു സിനിമയും മോശമായിട്ടില്ല. ഇറങ്ങിയ എല്ലാ പടവും കെങ്കയമാണ്. ഒരു നെഗറ്റീവും ഇല്ലാത്ത പടങ്ങളാണ് ഒക്കെ. എന്നിട്ടും നിനക്ക് ചൊറിച്ചല്. മൂലക്കുരുവിന് അസുഖം വല്ലതുണ്ടെങ്കിൽ നീ പോയി കാണിക്കും മോനെ. ആ വേദന പുറം ലോകത്തേക്ക് കാണിക്കാൻ വേണ്ടി മോങ്ങല്ലേ.
പിന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടം കണ്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കാണൂ എന്ന് പറയുന്ന നിൻ്റെയും ഓളത്തരം തന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഒരു സിനിമ ഇറങ്ങും, നമ്മൾ പോയി കാണും, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ല, അല്ല ഇഷ്ടമാണെങ്കിൽ ആണെന്നും അല്ലെന്നും പറയും. ഇതങ്ങനെയല്ലല്ലോ. നീ പടം പോലും കണ്ടിട്ടില്ല എന്നത് കാണുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക. കൊള്ളാടാ കൊള്ളാം, എൻ്റെ കുത്തിക്കഴപ്പ് എങ്ങോട്ടാ പോകണമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെ നല്ല ചൂടൊക്കെയാ, തിയേറ്ററിൽ കയറി ഇരിക്കാൻ തണുപ്പൊക്കെ കിട്ടുമായിരിക്കും. എന്താണേലും പടം കാണുന്നില്ല, തൽക്കാലം അത് കാണുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചതാ. അത് കാണാതിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. അപ്പൊ ശരി, നന്ദിയുണ്ടേ. ഓക്കെ, കാണാതിരിക്കാനുള്ളതിൻ്റെ കാരണം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മമ്മൂട്ടിയെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് വന്ന് നിന്നെ മാന്തും, അപ്പം നീ പൊന്തും. അതാണോ നിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നീ കാണണമെന്നൊരു താല്പര്യമില്ലടോ. ഒരു മലയാള സിനിമ നിന്നെ കാണിക്കാൻ വേണ്ടി നീ കാണണമെന്നോ നിന്റെ അഭിപ്രായം കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലല്ലോ ഇവിടെ ഇറക്കുന്നത്. മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ മമ്മൂക്ക, ഓക്കെ, ഡോക്ടർ ഭരത് മമ്മൂക്ക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നടനും എത്തില്ല. ഈ ഒരു കാലം നീ മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിലും അഭിനയിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ, ബോൺ ആക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ തരണം ചെയ്ത് ഇവിടെ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പൊന്നു മോനെ, അത് അയാളുടെ കഴിവ് തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവും ഇല്ല. ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ? സ്പോയിലേഴ്സ് ഇല്ലാത്ത സിനിമകളൊന്നുമില്ല, കുറച്ചുണ്ട്. അത് ഒരിക്കലും ഈ ഒരു സിനിമയുടെ ആസ്വാദനത്തിനെ ഒരിക്കലും എന്താക്കുന്നില്ല, ഭംഗം വരുത്തുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് കോണ്ടാക്ട് ചെയ്യണമെങ്കിലും ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്, നമ്മുടെ ചെകുത്താൻജി. കേൾക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാം. കാരണം എപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ അങ്ങ് ചോദിക്കുക, നിങ്ങൾ വീഡിയോ ഇടൽ നിർത്തിയോ, വീഡിയോ ഇടുന്നില്ല, കാണുന്നില്ല, മറ്റാ മറിച്ചാന്നൊക്കെ. അത് ഇതുകൊണ്ടാണ്. നീ എത്രയും പെട്ടെന്നൊരു വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ തുടങ്ങുക. നിന്നോട് നേരിട്ട് പറയാൻ താല്പര്യമുള്ള തെറികളൊക്കെ അതുവഴി ആൾക്കാർ പറയട്ടെ. മറ്റാളുകളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ നേരിട്ട് നിനക്കുള്ള ആ വെടിവഴിപാട് അങ്ങ് കഴിക്കുന്നത്. എന്തായാലും കൊള്ളാം മോനെ, കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇതിൻ്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മമ്മൂട്ടിയുടെ സിനിമയോ മോഹൻലാലിൻ്റെ സിനിമയോ ആരുടെ സിനിമയോ വെച്ചാൽ വരട്ടെ. നിന്നെ ബാധിക്കാത്തൊരു വിഷയമാണെങ്കിൽ മിണ്ടാതൊരു മൂല ഇരിയടേ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലേഖനം വിളിക്കുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.